കേരള രാഷ്ട്രീയ ചരിത്രത്തില് ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ച ഏറ്റവും വലിയ ചരിത്ര വിജയം എന്ന് പറയുന്നത് 1967 തെരഞ്ഞെടുപ്പാണ്. ആ മുന്നണിയെ പൂർണ്ണ അർത്ഥത്തിൽ ഇടതു മുന്നണി എന്ന് പറയാമോ എന്ന സംശയമുണ്ട്. കാരണം അന്ന് മുസ്ലിം ലീഗ് അതിന്റെ ഭാഗമായിരുന്നു. പിന്നീട് അവര് UDF-ലേക്ക് മാറുകയാണ് ഉണ്ടായത്. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നയിച്ച സപ്തകക്ഷി മുന്നണി അവർക്ക് അന്ന് 133 സീറ്റുള്ളതിൽ 117 സീറ്റുകളാണ് ലഭിച്ചത്. അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 9 സീറ്റായിരുന്നു, കേരള കോൺഗ്രസിന് 5 സീറ്റ്. അങ്ങനെ മൃഗീയമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് EMSന്റെ 67 മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. പക്ഷേ കാലക്രമേണ അതിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഘടകകക്ഷികൾക്കിടയിൽ വലിയ ചേരിപ്പോര് രൂപം കൊണ്ടു. CPM-നെതിരെ 3-4 കക്ഷികൾ ഒന്നിച്ചു നിന്നു. 4 കക്ഷികൾ ചേർന്ന് ഒരു കുറുമുന്നണി രൂപവൽക്കരിച്ചു. ഏതാണ്ട് ഔദ്യോഗികം എന്ന് പറയാവുന്ന രീതിയിൽ മുന്നണിക്കുള്ളിൽ ഒരു കുറുമുന്നണി. അന്ന് അതിന് നേതൃത്വം കൊടുത്ത CPI ആണ്. മുസ്ലിം ലീഗ് അവരോട് കൂടിയായിരുന്നു. RSP, അന്നത്തെ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ 4 പാർട്ടികൾ ഒന്നിച്ചു നിന്ന്, മുന്നണിക്കുള്ളിൽ ഒന്നിച്ചു നിന്ന് ഈ CPM-നെതിരായിട്ട്, CPM-ന്റെ കൂടെ അന്ന് KTP, KSP പോലെയുള്ള ചെറുകിട പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ആ സംവിധാനത്തിനെതിരെ ഈ കുറുമുന്നണി പോരാട്ടം നയിച്ചു. അവസാനം ആ മുന്നണി തകർന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ 2ാമത്തെ സർക്കാരും രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ അന്ന് നേതാക്കന്മാരൊക്കെ പല തട്ടിലായിരുന്നു. EMS-ഉം AKG-യും തമ്മിൽ നല്ല പോരുണ്ടായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരിക്കുന്ന കാലത്ത് P കൃഷ്ണപിള്ളയോടും EMS-നോടും മറുതലിച്ച് അന്ന് AK ഗോപാലൻ മദ്രാസിലേക്ക് പട്ടിണിയാത നടത്തിയിട്ടുണ്ട്, അവരുടെ അനുവാദം കൂടാതെ സ്വന്തം നിലയ്ക്ക്. പിന്നീട് CPM-ന്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, ആ പാർട്ടിയിലും AKG-യും EMS-ഉം തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു. പിന്നീട് VS-ന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും CITU പക്ഷവും തമ്മിൽ വലിയ ചേരിപ്പോര് നടന്നു. അത് പിന്നീട് പിണറായിയും VS-ഉം തമ്മിലായി. VS-നെ ഒടുക്കം പിണറായി വിജയൻ വെട്ടി നിരത്തി, അഡ്രസ് ഇല്ലാതാക്കി, മേൽവിലാസം ഇല്ലാതാക്കി. അങ്ങനെയാണ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു CPM ഇപ്പോൾ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്നത്. ആ പാർട്ടിയിലാണ് ഇപ്പോൾ മന്ത്രിസഭയിലെ ത്രയം, അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവര് ഒന്നിച്ചു ചേരുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ ഈ കുറുമുന്നണി പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഇവരെല്ലാം കോൺഗ്രസ് ആയിരുന്നു നേരത്തെ. P കൃഷ്ണപിള്ളയും EMS-ഉം AKG-യും ഒക്കെ അന്നത്തെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. പക്ഷെ ഒരു കോൺഗ്രസ് പാർട്ടിക്കുള്ളില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിച്ചു. അതായത് പാർട്ടിക്കുള്ളിലെ മറ്റൊരു പാർട്ടി. അങ്ങനെ കോൺഗ്രസിനുള്ളിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ ആ CSP-ക്കുള്ളിൽ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അവര് CPI-യുടെ ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കി. അതിന്റെ പേരിൽ പ്രവർത്തനം നടത്തി. ആ ഫ്രാക്ഷനാണ് പിന്നീട് പിണറായിയിലെ പാറപ്പുറം എന്ന സ്ഥലത്ത് ചേർന്ന യോഗത്തിൽ CPI ആയിട്ട് രൂപാന്തരപ്പെട്ടത്. ഇപ്പോൾ CPM-നുള്ളിൽ നമ്മൾ കാണുന്ന ചില അനഭിലഷണീയമായ പ്രവണതകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന ഈ ത്രയത്തിന്റെ, മന്ത്രിസഭയ്ക്കുള്ളിലെ ത്രയത്തിന്റെ ഒരു കൂടിവരവിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, കേരളത്തിലെ CPM-ൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വാക്കില്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല. എല്ലാറ്റിനും കാരണഭൂതൻ, എല്ലാറ്റിൻ്റെയും ക്യാപ്റ്റൻ അത് പിണറായി തന്നെയാണ്. പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഒരു ഇഞ്ച് വഴിമാറി സഞ്ചരിക്കില്ല. അത് നേതാക്കൾക്കും അണികൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഈ അപ്രമാദിത്വത്തെ ആരും എതിർക്കുന്നില്ല, എതിർക്കാൻ ധൈര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും ഇപ്പൊ CPM-ൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങേയറ്റം കരുത്തനായതുകൊണ്ട് ആരും അദ്ദേഹത്തെ എതിർക്കാൻ ധൈര്യപ്പെടുന്നില്ല. അദ്ദേഹത്തെ പേടിച്ചു തന്നെയാണ് പാർട്ടിയിലെ മറ്റു നേതാക്കൾ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കേടിന് വിധേയനായാൽ പിന്നെ പാർട്ടിയിലില്ല, അവന്റെ പാർട്ടിയിലെ കാര്യം തീർന്നു, കട്ടപ്പുകയായി. അതാണ് സ്ഥിതി.